കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും യൂട്യൂബ് എടുത്ത് നോക്കിയാലും എവിടെ എടുത്ത് നോക്കിയാലും വല വീശണ വഴിക്ക് ഒരുപാട് മീൻ പിടിച്ച് കയറ്റുന്നതൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതിന് പുറകെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. പരമ്പരാഗതമായിട്ട് വല വീശുന്നവരുടെ കുറേ കഷ്ടപ്പാടുകൾ. അതിലെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കുക. ആ ചേട്ടൻ കഴുത്തട്ടം വെള്ളത്തിലേക്കാണ് ഇറങ്ങിപ്പോയി വല വീശുന്നത്. ഇതുപോലെ ഒത്തിരി പ്രാവശ്യം വല വീശിയിട്ടും മീനൊന്നും കിട്ടാതെ കയറി വരുന്നുണ്ട്. നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ മീൻ കിട്ടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ പുറകിലെ കഷ്ടപ്പാടുകൾ കാണുന്നില്ല. അത് കാണിച്ചാൽ തന്നെ ആർക്കും കാണാനും വലിയ താല്പര്യം ഉണ്ടാവില്ല. എന്നിരുന്നാലും ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പം നമുക്ക് എളുപ്പത്തിൽ മീൻ പിടിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത്. ഈ പരമ്പരാഗതമായ രീതിയിൽ വല വീശുകയെന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ അവർക്കത് എളുപ്പമായിരിക്കും. അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലല്ലോ, അവർക്കതൊരു തൊഴിലാണ്. അവരത് മീൻ പിടിച്ച് വിറ്റാണ് അവർ ജീവിക്കുന്നത്. നമുക്ക് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മീൻ പിടിക്കാൻ ഇപ്പോൾ ചൈനീസ് വല ഇറങ്ങിയിട്ട് ചൈനക്കാരുടെ വീഡിയോസിൽ കാണുന്ന വീശൽ വല, അതുകൊണ്ട് നമുക്ക് എളുപ്പം മീൻ പിടിക്കാൻ പറ്റും. ഏത് വീശലറിയാത്ത കൊച്ചുകുട്ടിക്കും വീശാൻ പറ്റുമെന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനം. അപ്പം നമ്മളും അതുപോലെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീശുന്ന വീഡിയോസ് ജസ്റ്റ് കാണിച്ചു തരാം. അറിയാത്തവർക്കും അതുകൊണ്ട് വീശാൻ പറ്റും. ഇതാണ് നമ്മുടെ ചൈനീസ് വല. ഇതുകൊണ്ട് നമ്മൾ പുഴയിലാണ് വീശാൻ വന്നിരിക്കുന്നത്. വല വീശുന്നവരെ കൂടെ പോയിട്ട് ഉണ്ടെന്നല്ലാണ്ട് ഇന്നവരെ നമ്മൾ നാടൻ വല ഇത് വീശിയിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഈ വല കൊണ്ട് വീശുന്നത്. നമുക്കും ഇതിൽ മീൻ കിട്ടുന്നുണ്ട്. ഇത് പുഴയിൽ കാണുന്ന ചാളപ്പറലുമായിട്ട് സംഭവമാണ്. അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. കൂടുതലും ഈ ചാളപ്പറലുമായിട്ട് മീനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.